ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. വസുന്ധരന്റെ അടുത്തേക്ക് ചെന്ന് സമാധാനിപ്പിക്കുകയാണ് വർമ്മ. വസു എന്താണെങ്കിലും മോളുടെ കാര്യമോർത്ത് വിഷമിക്കണ്ട. ഞാൻ ഇൻസ്പെക്ടറെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ ചെയ്യാൻ. ഇത് കേൾക്കുന്ന വസുന്ധരയ്ക്ക് സമാധാനമാവുകയാണ്. മോള് സേഫായിട്ട് എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ തന്നെ സമാധാനമാകുമെന്ന് വസുന്ധര പറയുമ്പോൾ താൻ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് വർമ്മ വസുവിനെ സമാധാനപ്പെടുത്തുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. അഖിലൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ശ്യാമ രണ്ടുപേർക്കുമുള്ള ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. സമയം എത്രയായെന്നറിയാമോ? എത്ര നേരമായി കിടന്നുറങ്ങുന്നെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അഖില് പറയുകയാണ് അത് പിന്നെ എഴുന്നേൽക്കാനേ തോന്നുന്നില്ല. തുടർന്ന് അഖിലിനെ തള്ളി വാഷ്റൂമിലേക്ക് വിടുകയാണ് ശ്യാമ. രാത്രി നടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് ശ്യാമ ടെൻഷനോടെ നിൽക്കുമ്പോൾ അഖില് അങ്ങോട്ടേക്ക് വരികയാണ്. എന്താടോ, തനിക്ക് എന്ത് പറ്റിയെന്ന് അഖില് ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ് അത് പിന്നെ നമ്മുടെ ആദ്യ രാത്രി മുഹൂർത്തം കുറിച്ചിട്ടേ നടക്കാൻ പാടുള്ളൂ എന്നല്ലേ അന്നാ ജോത്സ്യം പറഞ്ഞത്. പക്ഷേ ഇന്നലെ അങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ. മുഹൂർത്തം നോക്കിയില്ലെങ്കിൽ സാറിന്റെ ആയുസ്സിന് അത് ആപത്താണെന്നാ അന്നാ ജോത്സ്യം പറഞ്ഞത്. എടോ, താനിപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് നാട്ടിൽ ചെന്നിട്ട് ഏതെങ്കിലും തന്ത്രിയെ കാണാം. എനിക്ക് ഒന്നും സംഭവിക്കില്ല. താനാ കോഫി എടുത്ത് കുടിക്ക്. പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ നാടോടികള് ഒരു കാട്ടിലൂടെ പോകുന്നതാണ്. അങ്ങനെ ആ നാടോടികള് ശ്രീകുട്ടിയെ അവരുടെ ഗോഡൌണിലേക്ക് എത്തിച്ചിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അരുണിനെയും അശ്വതിയുമാണ്. അരുണിന് മുന്നിൽ നിന്ന് പൊട്ടിക്കരയുകയാണ് അശ്വതി. കരയല്ലേ അഭി, നമുക്ക് ശ്രീകുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടെത്താം. പോലീസ് നന്നായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അരുണും അശ്വതിയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കാൻ നേരം ഐശ്വര്യ അശ്വതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ദേ, ഐശ്വര്യയാണല്ലോ വിളിക്കുന്നതെന്ന് അശ്വതി പറയുമ്പോൾ കോൾ എടുക്കാൻ അരുണും പറയുന്നു. തുടർന്ന് കോൾ എടുക്കുമ്പോൾ ഐശ്വര്യ ചോദിക്കുകയാണ് എത്ര നേരമായി? നിന്നെ ഇതുവരെ ഓഫീസിലേക്ക് കണ്ടില്ലല്ലോ. ഞാൻ ഇന്ന് ഒരു അക്കൗണ്ട് സെറ്റിലാക്കുന്ന കാര്യം പറഞ്ഞതല്ലേ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ എനിക്ക് തീരെ വയ്യെന്നും ഇന്ന് ഓഫീസിൽ വരില്ലെന്നും അശ്വതി പറയുന്നു. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആ ഫയല് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഓഫീസിൽ എത്തണമെന്ന് പറഞ്ഞ് ഐശ്വര്യ കോള് കട്ട് ചെയ്യുകയാണ്. എന്താ ഐശ്വര്യ പറയുന്നതെന്ന് അരുൺ ചോദിക്കുമ്പോൾ അശ്വതി പറയുകയാണ് എത്രയും പെട്ടെന്ന് ഓഫീസിലെത്തണമെന്നും ഇല്ലെങ്കിൽ ജോലിയിൽ നിന്നും തെറിപ്പിക്കുമെന്നാ പറഞ്ഞത്. എനിക്കെൻ്റെ മോളെക്കാൾ വലുതൊന്നുമല്ല ഈ ജോലിയെന്ന് അശ്വതി പറയുമ്പോൾ അരുൺ പറയുകയാണ് അശ്വതി, തൽക്കാലം നമ്മുടെ അവസ്ഥയൊക്കെ അറിയാവുന്നതല്ലേ. ഈ ജോലിയൊന്നും ഇപ്പോൾ കളയാൻ നിൽക്കണ്ട. മോളെ എന്താണെങ്കിലും പോലീസ് കണ്ടെത്തുക തന്നെ ചെയ്യും. പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടിയെയാണ്. ഗോഡൌണിലിരുന്ന് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ആ നാടോടികള് മര്യാദക്കിരുന്നില്ലെങ്കിൽ കണ്ണു കുത്തി പൊട്ടിക്കുമെന്ന് ശ്രീകുട്ടിയോട് പറയുന്നു. ഇത് കേൾക്കുന്ന അവിടെയുള്ളൊരു പയ്യൻ പറയുകയാണ് അവർ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ അവര് നമ്മളെ നന്നായി തന്നെ ഉപദ്രവിക്കും. ഇപ്പൊ നമ്മളെ ഭിക്ഷ എടുക്കാനായി കൊണ്ടുപോകും. പിന്നെ രാത്രിയെ ഇനി ആഹാരം കിട്ടുമോ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോള്. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. അഖിൽ പറയുകയാണ് എന്താണെങ്കിലും നമ്മുടെ ബിസിനസ് സക്സസ് ആയിട്ടുണ്ട്. സ്പൈസസിന്റെ ഡീലിംഗ് എല്ലാം ഓക്കെ ആയിട്ടുണ്ടെന്ന് അഖിൽ പറയുമ്പോൾ എല്ലാം കണ്ണന്റെ അനുഗ്രഹമാണെന്ന് ശ്യാമ പറയുന്നു. അതേസമയം ശ്രീകുട്ടിയെ കൊണ്ട് ഭിക്ഷ എടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ആ നാടോടി സ്ത്രീ. അവിടെ തന്നെയാണ് അഖിലും ശ്യാമയും നിന്ന് സംസാരിക്കുന്നത്. അതേസമയം അഖിലിനൊരു കോൾ വരികയും അഖില് അങ്ങോട്ടേക്ക് മാറി നിന്ന് കോൾ എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഭിക്ഷക്കാരി ശ്രീകുട്ടിയെ കൊണ്ട് ശ്യാമയുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും ശ്യാമ കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ശ്യാമയും അവർക്ക് ഭിക്ഷ നൽകുമ്പോൾ അവരവിടുന്ന് പെട്ടെന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആ നാടോടികളെയാണ്. ഇങ്ങനെ പിള്ളേരെ തെണ്ടാൻ വിട്ടിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കാൻ എന്തൊരു സുഖമാണെന്ന് അവര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ നാടോടി സ്ത്രീ ശ്രീകുട്ടിയെ കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഇവളെന്താ ഇന്ന് തെണ്ടാൻ പോയില്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഈ സുന്ദരി കൊച്ചിനെ കൊണ്ട് പോയാലേ ഞാൻ ഇവളെ എവിടുന്നെങ്കിലും മോഷ്ടിച്ചോണ്ട് വന്നതാണെന്നേ ആരെങ്കിലും പറയൂ എന്ന് അവര് പറയുകയാണ്. നമുക്കെന്നാ ഇവളുടെ രൂപമൊന്ന് മാറ്റിയെടുക്കാം, ഞാനിവളുടെ കണ്ണ് കുത്തി പൊട്ടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അയാള് ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ശ്രീകുട്ടിയുടെ കണ്ണിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ തന്നെ മദ്യത്തിന്റെ ലഹരിയിൽ അവർ രണ്ടുപേരും ബോധം കെട്ട് വീഴുകയാണ്. യുവമാരെ കൊണ്ട് തോറ്റു, ഒരു പ്രയോജനവുമില്ലെന്ന് ആ നാടോടി സ്ത്രീ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടിയെ മുറുകെ പിടിച്ചിരിക്കുകയാണ് ആ നാടോടി സ്ത്രീ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.